ഹലോ ഗായ്സ്, വെൽക്കം ടു ആമസോൺ റിവർ കുവൈറ്റ് അൽറായ്. അപ്പോൾ ഗായ്സ് ഇവിടെ വന്നു കഴിയുമ്പോൾ വേണ്ട കയറി വരുമ്പം തന്നെ നമുക്കൊരു ബെയറിനെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റൈറ്റിലായിട്ട് കുറേ ചെറിയ ചെറിയ ആനിമൽസൊക്കെ ഉണ്ട്. ഇത് സ്ക്വയറൽസ് ആണ്. അത് പലതരം സ്ക്വയറൽസ് ഉണ്ട് പല നാട്ടിലുള്ള. ഇതാണെങ്കിൽ നമ്മുടെ മീർക്കാറ്റാണ്. മീർക്കാറ്റ് നിങ്ങളെല്ലാവരും ഫിലിംസിലൊക്കെ കണ്ടു കാണുമായിരിക്കും. ഇത് നല്ല മനുഷ്യരോട് ഇണങ്ങുന്നതല്ല, അത്യാവശ്യം ഇണങ്ങിയിരിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. ഫുഡിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ കാണിക്കുന്നത്. ഇത് സ്ക്വയറൽസ് ആണ് ഈ ഒരു സെക്ഷൻ മൊത്തം. അങ്ങനെ നമ്മൾ ഓരോ ഇതും നോക്കി വരുന്നു. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഇതൊരു ഗിനി പിഗ് പോലത്തെ ഒരു ഇതാണ്. അതിൻ്റെ പേര് എഴുതി വെച്ചിട്ടില്ല, പക്ഷെ അത് ഉറക്കമാണ് കേട്ടോ. അത് അതിൻ്റെ മണ്ടയ്ക്ക് കയറി നല്ല ഉറക്കമാണ്. തട്ടിയിട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അനങ്ങി ഇങ്ങനെ നോക്കിയതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ ഹെഡ്ജ് ഹോഗ്സ് ആണ്. അതായത് സോണിക്കൊക്കെ ഇല്ല അതുപോലത്തെ സാധനം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓന്താണ്, നമ്മുടെ നാട്ടിലത്തെ ഓന്ത്, ലിസാർഡ്സാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെയായിട്ട് വരുമ്പോഴത്തേക്കിന് ഇവിടെ കുറേ എന്താ പറയുന്നത് ഇഗ്വാനകളുണ്ട്. ഇഗ്വാനകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് മണ്ടക്കൂട് ഇവിടെ ആണെങ്കിൽ കുറേ നമ്മുടെ എന്നാ പറയുന്നത് ടെർട്ടിൽസ് ഉണ്ട്. അങ്ങനെ ഇപ്പുറത്തെ സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴായിരുന്നു ഇത് നല്ലതായിട്ട് തന്നെ ഉണ്ടാവും. ചെടികളൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട്. കെമലിയോൺ ഉണ്ടായിരുന്നു. അതും ഒരേ ടൈപ്പിൽ തന്നെയുള്ള പല വലുപ്പത്തിലുള്ള കെമലിയോൺസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിനൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2.5 KD പെർ പേഴ്സൺ 2.5 KD. പിന്നെ ഇതിനെയൊക്കെ നമ്മുടെ കയ്യിൽ അവർ എടുത്ത് വെച്ച് തരും. അതിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര KD കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 KD ആണ് അവിടുത്തെ ടിക്കറ്റ്. പെർ ഹെഡ് 6 KD വേണം. പിന്നെ പലതരം സ്നേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വൈപ്പേഴ്സ് ഉണ്ടായിരുന്നു, പൈത്തൺസ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ അനാക്കോണ്ട ഉണ്ടായിരുന്നു. എന്താ പറയുക, ഏറ്റവും വലിയ സ്നേക്കാണ്. പക്ഷേ അതിൻ്റെ എല്ലാം ബേബീസാണ് ഈ കിടക്കുന്നത്. വൈപ്പറിൻ്റെ ആണെങ്കിലും അതിൻ്റെ ബാക്കിയുള്ള പൈത്തൺസിൻ്റെ ആണെങ്കിലും ഇതെല്ലാം ബേബീസാണ്. ശരിക്കും 6 KD കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഇത് ഓപ്പൺ ചെയ്ത് നമ്മുടെ കയ്യിൽ തോളത്തും ഒക്കെ വെച്ച് തരും. എന്താണേലും നമ്മൾ 6 KD കൊടുത്തില്ല. നമ്മൾ 2.5 KD ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു, കയറി കണ്ടു. അങ്ങനെ ഇവിടുന്ന് നമുക്കൊരു എന്താ പറയുക, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു ഗൈഡിനെ തരും. അങ്ങനെ ഞങ്ങൾ നേരെ ഗേറ്റ് തുറന്ന് കയറുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ഒരു ചെറിയൊരു ലോബിയാണ്. അവിടെ സ്ലോത്ത്, അതേപോലെ തന്നെ കുറേ പാരറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പാരറ്റ്സൊക്കെ നമ്മുടെ ദേഹത്ത് വന്നിരിക്കും. അപ്പോൾ ഈ സ്ലോത്തിനെ ഒന്ന് കാണാൻ, അതിൻ്റെ മുഖം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് ഈ സാധനം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ ശരിക്കും 2 എണ്ണം ഉണ്ട്, ഒന്ന് വേണ്ടി ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ സ്ലോത്തിൻ്റെ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അപ്പൂസ് ആണെന്നുണ്ടെങ്കിൽ പാരറ്റിൻ്റെ ഒക്കെ ഇതെടുക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ആശാമ്മയുടെ ദേഹത്തൊക്കെ വന്ന് പാരറ്റൊക്കെ ഇരുന്നായിരുന്നു. അത് എടുക്കാൻ പറ്റിയില്ല. സ്ലോത്ത് അത് വെള്ളം കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ഇതിനെ കണ്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ബിയർ ക്യാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിനെ കാണിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ ബിയറിൻ്റെ മുഖവും അതേപോലെ തന്നെ ക്യാറ്റ് പോലെ നമ്മുടെ നാട്ടിലത്തെ മരപ്പട്ടി പോലത്തെ അല്ലെങ്കിൽ വിരുകിനെ പോലുള്ള ഒരു സാധനമുണ്ട്. അതിൻ്റെ വാൽ ഉപയോഗിച്ചിട്ടാണ് അത് താഴോട്ടിറങ്ങാനൊക്കെ ആയിട്ട് അതിനെ ശരീരത്തിന് ഹെൽപ്പ് ചെയ്യുന്ന സാധനം. അതിൻ്റെ വാൽ നല്ല ഇതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത ഒരു ഇതിനെ കണ്ടു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ സാധനം ഇവിടെ ഇരിപ്പുണ്ട് നമ്മൾ കണ്ടില്ലായിരുന്നു കേട്ടോ. ഈ ഔള് ഇത് നമ്മുടെ ഹാരി പോട്ടറിലെ ഔളാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു. എന്താണ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് കോഴി കാർപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫിഷ്. അപ്പം ഇതെല്ലാം വലിയതും ചെറുതും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു പോണ്ടാണ്. അതിൻ്റെ അകത്താണ് നമ്മൾ എന്താ പറയുക ഇതിനെ അവരെ ഇട്ടേക്കുന്നത്. നമ്മൾ കുറച്ച് നേരം അത് നോക്കി നിന്നു. അപ്പോൾ അടുത്ത ഇതിനെ കാണാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വന്നു. അപ്പോൾ അതേണ്ട ഒരു ഡെസേർട്ട് ക്യാറ്റ് പോലത്തെ ഒരു എന്താ പറയുന്നത് ഇതൊരു ക്യാറ്റാണ്, പുലിയുടെ വർഗ്ഗത്തിൽ പെടുന്ന പോലെ തന്നെ. അത് രണ്ടെണ്ണം ഉണ്ട്, മെയിലും ഫീമെയിലും ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഇപ്പോൾ ഈ അത് എന്താ പറയുക ഇത് ഫീമെയിലാണ്. ഈ താഴെ കിടക്കുന്നത് ഫീമെയിലാണ്, മറ്റേത് മെയിലുമാണ്. അപ്പം ഫീമെയിലാണ് ഇതിൻ്റെ അകത്ത് അവർ പറഞ്ഞത് അഗ്രസീവായിട്ട്, ഭയങ്കര അഗ്രസീവാണ്. അപ്പോൾ അതിനെയൊക്കെ കണ്ട് നമ്മളതിൻ്റെ പേരൊക്കെ എടുക്കാനായിട്ട് നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഇതിലോട്ട് പോയി. അപ്പോൾ റാക്കൂൺ പോലത്തെ വേറൊരു സാധനം. അപ്പം ഇതും നല്ലൊരു ഇത് നൈറ്റിൽ മാത്രം ഫുഡ് എടുക്കാൻ പറ്റുന്ന ടീമുകളാണ്. അതുകൊണ്ടാണ് അവരവിടെ വിടാത്തത് കേട്ടോ. അപ്പം ഇതിനെയും കണ്ട് അടുത്ത നമ്മൾ ഇതിലേക്ക് പോയി. ഇതും ആൽബിനോ റാക്കൂണാണ് കേട്ടോ. ഇത് ആൽബിനോ റാക്കൂണാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ കുറേ നേരമായിട്ട് ആൽബിനോ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. പിന്നാണ് എനിക്ക് മനസ്സിലായി അതിൻ്റെ നിറത്തെ പറഞ്ഞാണ്, കളറ് പറഞ്ഞാണ് ആൽബിനോ
റാക്കൂൺ എന്ന് പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട്. ഇത് സ്ലോത്തിൻ്റെ വേറൊരു ഇനമാണ്. സ്ലോത്തിനെ പോലെ ഭയങ്കര സ്ലോത്തിനേക്കാൾ ഇച്ചിരൂടെ സ്പീഡുണ്ട്. സ്ലോത്ത് ഭയങ്കര സ്ലോ ആണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. ഇത് അതിനേക്കാൾ ഇച്ചിരൂടെ ഇതുണ്ട്. അപ്പോൾ ഇത് നല്ല രസമുണ്ട്. എന്താണേലും നമ്മളൊരു 2.5 KD കൊടുത്തെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ആനിമൽസിനെ, ഇതുപോലത്തെ ഉള്ള ടൈപ്പ് വെറൈറ്റി ആനിമൽസിനെ കാണാനായിട്ട് നമുക്ക് കുവൈറ്റിൽ കിട്ടാറില്ല. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളൊന്ന് പോയി കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ ചെറിയ മങ്കിയാണ് കേട്ടോ, മറ്റേ മങ്കിയാണിത്. നല്ല രസമാണ്. എൻ്റെ പേര് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കണം എന്നുള്ളൊരു പ്ലാനിൽ പോയതല്ല. അപ്പം കിട്ടുന്നത് പെട്ടെന്ന് എടുത്തിട്ട് പോരുക എന്നുള്ളതായിരുന്നു. അപ്പം അതും കണ്ടു. അതിനെയും കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ ഇങ്ങോട്ട് വന്നു. ഇതേ നമ്മുടെ ഡെസേർട്ട് ഫോക്സ്. എൻ്റെ ചെവി ഇത് ചെറുതാണ് കേട്ടോ, ഭയങ്കര നീളം കുറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. അതിൻ്റെ ചെവി പക്ഷേ ഭയങ്കര വലുതാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഇത് ദൂരത്തുള്ള പ്രൈസിന് സൗണ്ടും ഒക്കെ കേട്ട് ഇര പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഇതാണ്. ഇത് നല്ല ആക്റ്റീവാണ് കേട്ടോ. ഇത് കുറച്ചുകൂടെ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പം ഇത് വേറെ ശല്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ കുഞ്ഞതല്ല, ഇത് മെച്യൂറായിട്ടുള്ള ഫോക്സാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തുണ്ട് ഇതുപോലത്തെ ഔൾസ്. നമ്മൾ പേടിക്കും. ഇതിനെ ഒരു മൂലയ്ക്ക് വെച്ചേക്കും. നമ്മളിങ്ങനെ നടന്നു വരുമ്പം നമ്മൾ ശരിക്കും പേടിക്കും. ഇത് പോർക്കുപൈനാണ് കേട്ടോ. ഇത് പോർക്കുപൈനാണ്, വേറെ വെറൈറ്റി പോർക്കുപൈനാണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ കൂട്ടമുള്ളതല്ല, ഇത് വേറൊരു ഇതാണ്. ഇതും ഇങ്ങനെ മരത്തിലൊക്കെ കയറി ഇങ്ങനെ ഇരുതി നമ്മളെന്തെങ്കിലും തീറ്റി കൊടുക്കുമോ അറിയാൻ വേണ്ടിയിട്ടാണ് അതവിടെ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താളും രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു ഔളിരിക്കുന്നു. ഇതും നല്ല, ഇത് വീഡിയോയ്ക്കകത്ത് കാണുന്ന പോലെ അല്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലുതാണ് കേട്ടോ. ഇത് കടിക്കത്തൊന്നുമില്ല. അവർ കൈയൊക്കെ ഇടയ്ക്ക് അതിൻ്റെ അടുത്തോട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഇത് ഇങ്ങനെ നോക്കിയിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ വേണ്ടോ ഇതിരിക്കുന്നുണ്ടോ, ഇതാണ് ശരിക്കും ഞങ്ങൾ പേടിച്ചു പോയത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും. ഈ സാധനം നമ്മൾ ശ്രദ്ധിക്കത്തില്ല പെട്ടെന്ന്. ഇതിങ്ങനെ നോട്ടം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആരാണെങ്കിലും പേടിച്ചു പോകത്തില്ലേ. അങ്ങനെ നമ്മൾ അവിടുന്ന് മാറി. ഇതേണ്ട വേറൊരു ഫോക്സ്. അത് ഇതിൻ്റെ അകത്തുണ്ടായിരുന്നോ? ഇല്ല, അതിൻ്റെ അകത്തില്ലായിരുന്നു. അതിനെയാണെങ്കിൽ അവർ വേറൊരു ഏരിയയിലോട്ട് മാറ്റിയായിരുന്നു. അതിന് പകരം വേറെ കുറേ എന്താ പറയുക ഹെഡ് ഹോക്കിനെ കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇവരാണെങ്കിൽ റൊട്ടീനിൽ ഒരാഴ്ച മാത്രമേ ഈ ആനിമൽസൊക്കെ അവിടെ കാണുകയുള്ളൂ. അത് കഴിയുമ്പോഴത്തേനും അത് അതായത് ഓരോ ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഇവർ ആനിമൽസിനെ മാറ്റിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ നമുക്ക് ഈ ആനിമൽസിനെ ഒന്നും കാണാൻ പറ്റില്ല, അവർ മാറ്റിക്കളയും. അത് ഓൾറെഡി പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്കും നമുക്ക് വേറെ പുതിയ ആനിമൽസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഉണ്ട് അപ്പൂസാണെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഇങ്ങനെ നടന്ന്. അവിടെ ആണെങ്കിൽ കുറേ മോൺസ്റ്റർ ലിസാർഡ്സിൻ്റെ ഏരിയയാണ്. അതിനെയാണ് നമ്മൾ കാണിക്കുന്നത്. ഉടുമ്പും അതേപോലെ അരണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇരുന്നുകൊണ്ട് അങ്ങ് നമ്മളെ ക്ലാസ് എടുക്കുവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോ ലിസാർഡ്സ്. ഇത് ഡെസേർട്ടിലുള്ള ലിസാർഡും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പൈത്തൻ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഉടുമ്പ്, നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ ഉള്ള ഉടുമ്പും കാര്യങ്ങളൊക്കെ എൻ്റെ അകത്തും കിടപ്പുണ്ട്. അവിടെ നമ്മുടെ അരണയാണ് തോന്നുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ എൻ്റെ കണ്ടോ, ഇതെല്ലാം ഓരോ വെറൈറ്റി ഉടുമ്പുകളാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് നോക്കുമ്പോഴത്തേക്കിനും എൻ്റെ ഇവിടെ രണ്ട് അരണകൾ. അത് നല്ല ഭയങ്കര വലിപ്പമുള്ള അരണകളാണ്. എൻ്റെ ശരിക്കും പേര് ഞാനാണെങ്കിൽ എടുക്കാനായിട്ട് മറന്നുപോയി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. മീർ ക്യാറ്റ്സ് ഉണ്ട്. അപ്പം അത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ വരുമ്പോഴത്തേക്കും തന്നെ തീരുവാണ്. അപ്പോൾ കുറച്ച് ആനിമൽസേ ഉള്ളൂ. എന്തായാലും നമുക്ക് ജീവിതത്തിൽ കാണാൻ പറ്റാത്ത എന്താ പറയുന്നത് ആനിമൽസാണ് ഇതൊക്കെ. അപ്പം പറ്റുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പോയി കാണുക. പക്ഷേ ടിക്കറ്റ് ചാർജ് ഇച്ചിരി കൂടുതലാണ്, 2.5 പെർ ഹെഡ്. പിള്ളേർക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊന്നുമില്ല, എല്ലാവർക്കും ഒരേ ചാർജാണ് കേട്ടോ. അതുകൊണ്ട് ഇതുണ്ടോ ഈ അരണകളെ കണ്ടോ, എന്ത് വലിയ അരണകളാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ പേടി തോന്നും കേട്ടോ. അങ്ങനെ വന്ന് ഇപ്പുറത്ത് വേറെ 2 കിടപ്പുണ്ട്. അതും വലുതാണ്. താഴെ പിന്നെ പൈത്തണാണ് കിടക്കുന്നത്. പൈത്തണാണ് അത്. എനിക്കൊന്ന് 1 ഇയർ ഏജുള്ള, 1 ഇയർ ഇല്ല 6 മന്ത് 7 മന്ത് എങ്ങാണ്ട് ഏജ് ഉള്ളൂ. ഇതും ബേബിയാണ് കേട്ടോ. ഇതും ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതും ബേബിയാണെന്നാണ് അവർ പറഞ്ഞത്. 6 മാസം 7 മാസം കൊണ്ട് പ്രായമുള്ളതേ ആയുള്ളൂ, അത്ര ആയിട്ടുള്ളൂ ഇത്. ഇപ്പം ഇത് ഇവിടെ ഫുഡ് കൊടുക്കാത്തതിൻ്റെ മീൻസ് ഇവർക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ആവശ്യത്തിന് ഫുഡ് കിട്ടാത്തതുകൊണ്ടായിരിക്കും ഇത്രയും വലിപ്പക്കുറവ്. ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാളും വലുതിനെയൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ കാണാറുണ്ട്, പൈത്തൺസിനെയൊക്കെ. ഇതും വേണ്ട റാക്കൂൺസുകളാണ്. ഇവന്മാർ ഇങ്ങനെ ഓടിച്ചാടി ഭയങ്കര ആക്റ്റീവാണ് ഇവന്മാർ.
ഇവന്മാർ എങ്ങും അടങ്ങിയിരിക്കുന്ന ടീമുകളല്ല, ഇവന്മാർ ഇങ്ങനെ ഇവിടെ കിടക്കും. ഇത് ഇവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് എന്തെങ്കിലും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ 6 KD കൊടുക്കുമായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുങ്ങൾക്ക് ഫുഡൊക്കെ ഫീഡ് ചെയ്യാമായിരുന്നു. അപ്പോൾ നമ്മൾ ആ ടിക്കറ്റ് കുറവ് ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് നമുക്ക് ജസ്റ്റ് കാണാനേ പറ്റുള്ളൂ. ഇത് ഇരിക്കുന്നുണ്ടോ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും. ശരിക്കും ഞങ്ങളതിനെ ശ്രദ്ധിച്ചിട്ടേ ഇല്ലായിരുന്നു. ഇതാണ്ട് മോൺസ്റ്റർ ലിസാർഡ്. ഇത് ക്രൊക്കഡോയിലിൻ്റെ ഫേസ് ഉള്ളതുകൊണ്ട് അവർ ക്രൊക്കഡോയിൽ ലിസാർഡ് എന്നാണ് പറയുന്നത്, മോണിറ്റർ ലിസാർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ ചീങ്കണ്ണി കുഞ്ഞ് കിടക്കുന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ ഇവിടെ കിടക്കുന്ന ഇതാണ് വേറൊരെണ്ണം, ജയൻ്റ് ലിസാർഡാണിത്. ഉണ്ടോ, ശരിക്കും നമ്മുടെ നാട്ടിലത്തെയൊക്കെ ഉടുമ്പിനേക്കാളും വലുതാകുന്നതാണ് കേട്ടോ. കമോഡിയൻ മോണിറ്റർ ലിസാർഡിനേക്കാളും മോൺസ്റ്റർ ലിസാർഡിനേക്കാളും വലുത്, അതിൻ്റെ ഇച്ചിരി ചെറുതാകുന്ന സാധനങ്ങൾ. പിന്നെ മണ്ടയ്ക്ക് വേറൊരെണ്ണം ഇരിപ്പുണ്ട്. ആ ലൈറ്റ് കാരണം നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല, ശരിക്കും ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഒരുമാതിരി അത്യാവശ്യം നമുക്ക് കിട്ടാവുന്ന രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് തിരിച്ചിറങ്ങി വന്നപ്പോൾ സ്ലോത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫേസ് നമുക്ക് കിട്ടി. ഇനിയൊരു പുതിയ വീഡിയോ വരുമ്പോഴേക്ക് എല്ലാവർക്കും ബൈ ബൈ.